സന്നിധാനത്ത് ഭക്തരുടെ തിരക്ക് നിയന്ത്രണ വിധേയം. മലയാളികൾ ആയിട്ടുള്ള ഭക്തരാണ് കൂടുതലായും എത്തുന്നത്. ദേവസ്വം മന്ത്രി വി എൻ വാസവൻ ഇന്ന് രാത്രി സന്നിധാനത്ത് എത്തും. നാളെ സന്നിധാനത്ത് അവലോകന യോഗം ചേരും. കണ്ണനാരുണ്ട് വിവരങ്ങളുമായി. കണ്ണനായർ, ഗുഡ് മോർണിംഗ്. മലയാളികളാണ് അധികവും ഇത്തവണ എത്തുന്നത്. കാര്യങ്ങളൊക്കെ കൃത്യമായി മുന്നോട്ട് പോകുന്നു. നിയന്ത്രണ വിധേയമാണ് തിരക്ക് എന്ന് മനസ്സിലാക്കുന്നു. വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? തിരക്ക് നിയന്ത്രണ വിധേയമാണ്. സാധാരണ നിലയിലാണ് സന്നിധാനം എന്ന് പറയാം. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം. യാതൊരു തരത്തിലുള്ള വലിയ തിരക്കും നമുക്ക് സന്നിധാനത്ത് കാണാൻ സാധിക്കുന്നില്ല. ഇത് ഫ്ലൈ ഓവറിലുള്ള തിരക്കാണ്. പക്ഷേ നടപ്പന്തൽ നിൽക്കുന്നതിൽ സുഖമായി ഭക്തന്മാർ കടന്നു വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വലിയ തിരക്ക് മുൻ ദിവസങ്ങളിൽ 1-ാം തീയതിയും 2-ാം തീയതിയും ഒക്കെ തന്നെ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തിരക്കിന് ഒരു കുറവ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഇന്നലെ മാത്രം 86,894 പേർ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. 75,000 പേർക്കായിരുന്നു ദർശനത്തിനുള്ള അവസരം ഉണ്ടായിരുന്നെങ്കിൽ 86,000-ഓളം പേർ ഇന്നലെ സന്നിധാനത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ സുഖകരമായിട്ടുള്ള ദർശനം പൂർത്തിയാക്കാൻ സാധിച്ചു. എങ്ങനെയുണ്ടായിരുന്നു യാത്ര? നല്ല യാത്ര. എല്ലാം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം അല്ലേ? ഇപ്രാവശ്യം നല്ലോണം പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം നമ്മൾ പ്രതീക്ഷിച്ചത് നല്ല തിരക്കുണ്ടായിരുന്നു. പക്ഷേ പാർക്കിംഗ് ഓൾസോ അല്ലേ? പാർക്കിംഗ് അടിപൊളി. പാർക്കിംഗ് ഓക്കെയാണ്, തിരക്ക് കുറവാണ്. അതുകൊണ്ട് ഇതാണ് ഭക്തന്മാരുടെ അവസ്ഥ. ഇനി എടുത്ത് പറയേണ്ടത് മന്ത്രി ഇന്ന് സന്നിധാനത്തേക്ക് എത്തുന്നുണ്ട്. സന്നിധാനത്ത് കുത്തഴിഞ്ഞ അവസ്ഥയിലാണ് അവിടുത്തെ മറ്റു സംവിധാനങ്ങൾ എന്ന് പറയണം. കാര്യം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും ശുചീകരണ കാര്യത്തിലായാലും ശൗചാലയങ്ങളുടെ കാര്യത്തിലായാലും ഒരു ഏകോപനമില്ലായ്മ വലിയ രീതിയിൽ പ്രതിസന്ധിയായിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ മുൻ ബോർഡിൻ്റെ കാലാവധി കഴിഞ്ഞത് 13-ാം തീയതിയാണ്. 13-ാം തീയതി ആ ബോർഡ് അവരുടെ കാലാവധി കഴിഞ്ഞ് അവരുടെ കൈയും കഴുകി അവർ ഇറങ്ങിപ്പോയി. 15-ാം തീയതി പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വരികയും 16-ാം തീയതി നട തുറക്കുകയുമായിരുന്നു. ഒരു ദിവസം കൊണ്ട് പുതിയ ദേവസ്വം ബോർഡിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള ചോദ്യം പ്രസക്തമായിരുന്നു. ആ സമയത്താണ് ദേവസ്വം മന്ത്രിക്ക് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവലോകന യോഗങ്ങൾ കൂടാൻ സാധിക്കില്ല എന്നുള്ള ഒരു ഉത്തരവ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായതും. അതുകൊണ്ട് തന്നെ 14-ാം തീയതിക്ക് മുമ്പ് വേണമെങ്കിൽ കൂടാമായിരുന്നു. പക്ഷേ അതിനുശേഷമുള്ള അവലോകന യോഗങ്ങളൊന്നും തന്നെ കൂടാൻ സാധിച്ചില്ല. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇടപെട്ട് അവലോകന യോഗങ്ങൾ കൂടാൻ വേണ്ടിയും ശബരിമലയുടെ വിഷയങ്ങൾക്കും വേണ്ടിയും ഒരു ഇളവ് ദേവസ്വം മന്ത്രി വി എൻ വാസവന് നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രി ഇന്ന് ഇവിടെ എത്തുന്നത്. നാളെ രാവിലെ 10:30-ക്കാണ് അവലോകന യോഗം കൂടുക. നേരത്തെ കൂടേണ്ടതായിരുന്നു, അതായത് നവംബർ ആദ്യ വാരം കൂടേണ്ടതായിരുന്നു. അന്ന് കൂടാത്തതിന്റെ ബാക്കി പത്രമാണ് ഇവിടെ ശബരിമലയിൽ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ അനുഭവിക്കുന്നത്. അത് മാറ്റാൻ വേണ്ടിയുള്ള ഒരു അവലോകന യോഗം ഇന്ന് നാളെ 10:30-ക്ക് ഇവിടെ കൂടുന്നുണ്ട്. മന്ത്രി നേരിട്ടെത്തുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവലോകന യോഗം കൂടി ചേരുമ്പോഴത്തേക്കും ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ പരിഹരിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഭക്തരും ജനങ്ങളും ഒക്കെ തന്നെ പങ്കുവെക്കുന്നത്. എന്തിനായാലും നിലവിൽ ഭക്തർ സുഖകരമായിട്ടുള്ള ദർശനത്തിൽ മുന്നോട്ട് പോകുകയാണ്. സ്വാമിയെ ശരണമെന്നുള്ള ശരണമന്ത്രം വിളിച്ചുകൊണ്ട്. ശരി, കണ്ണനാരായണ വിശദാംശങ്ങൾ പങ്കുവച്ചത്.